ഫ്രണ്ട്സ്, എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആംസ്റ്റർ കോംബറ്റിനെ ബൈനാൻസുമായി ബന്ധിപ്പിക്കാം, അതായത് വിഡ്രോ അടിക്കാനുള്ള വാലറ്റ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം സിമ്പിളായിട്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ആംസ്റ്റർ കോംബറ്റ് പോയിട്ട് എയർ ഡ്രോപ്പ് എന്നുള്ള ഭാഗം ഇവിടെ ലാസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ മുകളിൽ ബൈനാൻസ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ OKX എക്സ്ചേഞ്ച്, ബൈബിറ്റ്, അതുപോലെ തന്നെ ടെലിഗ്രാം വാലറ്റ്, EBI എക്സ്ചേഞ്ച്, നോ KYC, അതുപോലെ തന്നെ ഓൺ ചെയിൻ, എയർ ഡ്രോപ്പ് എന്നില്ല ഇത്രയും ഭാഗങ്ങൾ ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക്. അതിനായിട്ട് താഴത്തില്ല ഒന്നും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട, നേരെ മുകളിലുള്ള ബൈനാൻസ് എന്നുള്ള ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് KYC ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ OKX, അത് ഇവിടെ KYC നീഡാണ്, KYC ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബൈബിറ്റ്, അതും ഈ ഒരു 3 ഓപ്ഷനുകൾ നിങ്ങൾക്ക് KYC ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നോ KYC, ലൈറ്റ് KYC ടെലിഗ്രാമിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നോ ഗ്യാസ് ഫീസ് ആൻഡ് നോ KYC EBI എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു എക്സ്ചേഞ്ച്. അപ്പോൾ അതിൽ ഇത്രയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ബൈനാൻസിലേക്ക് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഈ വാലറ്റിനെ ബന്ധിപ്പിക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഡിജിറ്റൽ വേൾഡ് ഓൺലൈൻ ജോബ് വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് ഗൈസ്. അതായത് നമുക്ക് നേരെ നമ്മുടെ ബൈനാൻസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ ബൈനാൻസ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ വാലറ്റ് എന്നുള്ള ലാസ്റ്റ് ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡെപ്പോസിറ്റ്, നിങ്ങളുടെ ബാലൻസിൻ്റെ താഴെ ഡെപ്പോസിറ്റ് കാണാൻ കഴിയും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ജസ്റ്റ് അവിടെ പോയിട്ട് ആംസ്റ്റർ എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. ആംസ്റ്റർ എന്ന് നിങ്ങൾ എഴുതി കൊടുത്താൽ ഇവിടെ ആംസ്റ്റർ എന്നുള്ള രണ്ടാമത്തെ ആണ് വരുന്നത്, ആംസ്റ്റർ കോംബറ്റ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് നെറ്റ്വർക്ക് വേണ്ടത് വെച്ചാൽ അത് ഇവിടെ ടോണ് കോയിൻ്റെ നെറ്റ്വർക്കാണ് ആംസ്റ്റർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ടോണിൻ്റെ ആ ഒരു കോയിൻസ് ഇവിടെ എന്താണ് ഞാൻ ചേർത്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ആംസ്റ്ററിൻ്റെ ലോഗോ വരണം. ഈ ഒരു എന്താ പറയുക, ഈ ഒരു QR കോഡിൽ ആംസ്റ്ററിൻ്റെ ലോഗോ വരണം. അപ്പോൾ അതിനായിട്ട് ഒന്നുകൂടി ബാക്ക് അടിക്കുക. വീണ്ടും ആംസ്റ്റർ സെലക്ട് ചെയ്യുക, ടോണ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് വീണ്ടും അത് വന്നിട്ടില്ല, ജസ്റ്റ് ഒന്നുകൂടി ബാക്ക് അടിച്ചതിന് ശേഷം വീണ്ടും സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആംസ്റ്ററിൻ്റെ ആ ഒരു എംബ്ലം ഇവിടെ വരണം. ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ആംസ്റ്ററിൻ്റെ ആ ഒരു എംബ്ലം ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ QR കോഡിൽ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ, ഒന്നാമത്തെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആംസ്റ്റർ മെമ്മോ എന്ന് പറയുന്നത് അതും കോപ്പി ചെയ്ത് വെക്കുക. ഇവിടെ മെമ്മോ എന്തായാലും മസ്റ്റായിട്ട് എന്താണ് റിക്വസ്റ്റ്, കാരണം അത് മെമ്മോ നമ്പർ ഇല്ലെങ്കിൽ നമ്മുടെ കോയിൻസ് ലോസ് ആവും, വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ വെച്ച് തന്നെ കോപ്പി ചെയ്യുക. നേരെ നമ്മുടെ എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ആംസ്റ്റർ കോംബറ്റ് പോവുക. ഓക്കെ, നേരെ ഞാൻ രണ്ടും ഇവിടെ കോപ്പി ചെയ്തു. നേരെ ഞാൻ പോകുന്നത് എവിടേക്കാണ്, നമ്മുടെ ആംസ്റ്റർ കോംബറ്റിൻ്റെ ആ ഒരു ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അത് പോയിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തെടുക്കട്ടെ ഗൈസ്. ജസ്റ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഓപ്പണായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബൈനാൻസ് എന്നുള്ള ഭാഗം, ബൈനാൻസ് ആണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യണത്. ബൈനാൻസ് ഐ ഹാവ് അക്കൗണ്ട് വെരിഫൈ ആയിട്ടുള്ള അക്കൗണ്ട് എനിക്കുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആംസ്റ്റർ കോംബറ്റിലെ ആ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്തല്ലോ, ആ ഒരു അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. അതിനുശേഷം മെമ്മോ എന്നുള്ള ആ ഒരു രണ്ടാമത്തെ സംഭവം നമ്മൾ കോപ്പി ചെയ്തല്ലോ, അത് രണ്ടും മസ്റ്റായിട്ട് തന്നെ ഇവിടെ കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് ചോയ്സ് എന്നുള്ള ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് 3-4 മിനിറ്റ് പ്രോസസ്സിങ് ടൈമുണ്ട്. അതിനുശേഷം നമ്മുടെ ബൈനാൻസ് അക്കൗണ്ട് വാലറ്റ് ആംസ്റ്റർ കോംബറ്റുമായിട്ട് ജോയിൻ ആവുന്നതാണ്. സിമ്പിളായിട്ട് ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കോയിൻസ്, നമ്മുടെ ടോക്കൺസ് ഇതിൽ ആഡ് ആവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഡിജിറ്റൽ വേൾഡ് ഓൺലൈൻ ജോബിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ലക്ക്.